ഇപ്പം നമ്മൾ മൂന്നാമത്തെ വർണ്ണമല്ലേ വായിച്ചുകൊണ്ടിരിക്കുന്നത്, മൂന്നാമത്തെ വർണ്ണം കുറച്ചുകൂടെ ഉള്ളു. ശാസ്ത്രങ്ങളെല്ലാം പ്രതിപാദിക്കുന്ന എന്തിനെയാണ്? അലൗകികമായ ബ്രഹ്മതത്വം. അപ്പം നമുക്കും നമ്മുടെ ആത്മാവെന്ന് പറഞ്ഞാൽ അലൗകികമാണ്. നമുക്ക് ലൗകിക ബുദ്ധിയാൽ ഇത് അറിയാൻ പറ്റണമല്ല. നമ്മൾ പറയും അതിസൂക്ഷ്മമായിരിക്കുന്ന ഈ ആകാശത്തെ ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ആകാശത്തിന് നമ്മൾ അറിയുന്നത്? അതിസൂക്ഷ്മമാണ് ആകാശം. എങ്ങനെയാണ് അറിഞ്ഞത്? ഇതിനെല്ലാം ഇടം കൊടുത്തിരിക്കുന്ന ആകാശമാണ്. ഇടം കൊടുത്തിരിക്കുന്ന ഒന്ന് ആകാശമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഗ്രഹിച്ചത്? കണ്ണുകൊണ്ടറിഞ്ഞാണോ? മണത്തറിഞ്ഞാണോ? സ്പർശിച്ചറിഞ്ഞതാണോ? അല്ല. അപ്പോൾ അങ്ങനെയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ബ്രഹ്മത്തെപ്പറ്റി പറഞ്ഞാൽ അതിസൂക്ഷ്മമാണിത്. ഈ സൂക്ഷ്മമായിരിക്കുന്ന ഈ തത്വത്തെ അറിയണമെങ്കിൽ നമ്മുടെ മനസ്സ് സൂക്ഷ്മപ്പെടണം. മനസ്സിൻ്റെ സൂക്ഷ്മതയാണ് പറഞ്ഞത് മറ്റു വികാരങ്ങളെല്ലാം മാറ്റി നിർത്താൻ പറഞ്ഞു. വികാരങ്ങളെ മാറ്റി നിർത്തുന്നത് വഴി മനസ്സ് സൂക്ഷ്മപ്പെടും. മനസ്സ് അതിസൂക്ഷ്മം. കാര്യം എന്നറിയാം, ഇതിനെ ഗ്രഹിക്കണമെങ്കിൽ അത്യന്തം സൂക്ഷ്മമായിരിക്കണം. യാതൊരുവിധ ചലനങ്ങളോ വ്യവഹാരങ്ങളോ ഈ മനസ്സിൽ ഇരിക്കുന്നതിനെയാണ് മനസ്സ് സൂക്ഷ്മപ്പെട്ടില്ല എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നമുക്ക് ഏതെങ്കിലും കാര്യങ്ങളുടെ ചിന്ത ഇങ്ങനെ നടക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ആത്മീയ ചിന്ത ഇതിൽ പുരോഗമിപ്പിക്കാൻ ഒക്കുന്നത്? സാധ്യമല്ല. അപ്പം ഇത് പുരോഗമിപ്പിക്കണമെങ്കിൽ രണ്ട് കാര്യം. ഒന്ന്, നമ്മുടെ ആധ്യാത്മികമായിട്ട് ചിന്ത ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെ നമ്മൾ അറിയണം. അതാണ് ഇതിൻ്റെ മഹത്വത്തെ അറിയണമെന്ന് പറയും. ഇപ്പോൾ ഈശ്വരനെ അറിയണമെങ്കിൽ ഈശ്വരൻ്റെ മഹത്വത്തെ അറിഞ്ഞാലേ പറ്റുള്ളൂ. നമുക്ക് സാധാരണ ഒരു ഉദാഹരണം പറയണം. ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഈ സകല ബ്രഹ്മാണ്ടങ്ങളെയും സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്ന ഒരു ആളാണ് ഈശ്വരൻ. അങ്ങനെയുള്ള ആ ഈശ്വരനെ എങ്ങനെ അറിയും? ഇപ്പം നമ്മൾ എങ്ങനെ അറിയും? ഇതെല്ലാം ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു സൃഷ്ടാവ് ഇതിലിരിക്കുന്നു നമ്മൾ അറിയും, അല്ലേ? ആ ഈശ്വരനും കാരണമായിരിക്കുന്നതാണ് ഈ ബ്രഹ്മം. വേറെ വിധത്തിൽ പറഞ്ഞാൽ ഈശ്വരനും ജീവനും ഈ ജഗത്തും എല്ലാം ഈ ബ്രഹ്മത്തിൻ്റെ ചെറിയ അംശങ്ങളാണ്. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ രണ്ട് രൂപത്തിൽ ഇതിന് പറയും. നമ്മൾ സമുദ്രജലത്തിന് ഒരു ഗ്ലാസ്സിൽ കോരി വെച്ചിരിക്കുന്നു. പക്ഷേ നമ്മളിപ്പോൾ പറയുന്ന ഗ്ലാസ്സിൽ വെള്ളമെന്നാണ്, ഒരു ഗ്ലാസ് വെള്ളമെന്നാണ്. പക്ഷേ ഈ വെള്ളം യഥാർത്ഥത്തിൽ ഏതാണ്? സമുദ്രജലമാണ്. സമുദ്രമാണ് ആക്ച്വലി. പക്ഷേ സമുദ്രം തന്നെ ഒരു ഗ്ലാസിൻ്റെ അളവിൽ മാറിപ്പോയെന്ന് പറയാം, അല്ല? അങ്ങനെ പറഞ്ഞിട്ട് ഇതുപോലെ ഈ ആകാശം ഒരു കടം, ഈ കടം ഉണ്ടാക്കുന്ന ഒരു കുശവൻ ഒരു ഘടം ഉണ്ടാക്കുന്നു, ഒരു കുടം ഉണ്ടാക്കുന്നു. അപ്പം കുശവൻ എവിടെയാണ് ഇരിക്കുന്നത്? ഈ ആകാശത്തിലാണ് ഇരിക്കുന്നത്. കുശവൻ മണ്ണ് കുഴച്ച് ഒരു കുടം ഉണ്ടാക്കുകയാണ്. കുടം ഉണ്ടാക്കിയപ്പോഴത്തേനും നമ്മൾ പറയും ആകാശം, കുടത്തിനകത്തുള്ള ആകാശം എന്ന് പറയും. പക്ഷേ വാസ്തവത്തിൽ കുടത്തിനകത്തുനിന്നൊരു ആകാശം അതിൽ രൂപപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ ബുദ്ധിയില്ല, വിവേകം ഇല്ലാത്തതുകൊണ്ട് പറയുന്നു ആകാശം. വാസ്തവത്തിൽ അത് സർവത്ര പരിപൂർണമായിരിക്കുന്ന ആകാശമാണ്. ഇതുപോലെ അപ്പോൾ നമ്മൾ പറയും ഘടാകാശം എന്ന് പറഞ്ഞതുപോലെ ആണ് ഈ ബ്രഹ്മത്തിൽ ഈശ്വരൻ, ജീവൻ, ഈ ജഗത്ത് ഇതെല്ലാം വന്നതുപോലെ നമുക്ക് തോന്നുന്നത്. വാസ്തവത്തിൽ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അത് ആത്യന്തികമായി ഇത് ബ്രഹ്മമാണെന്ന് അറിയുന്നത്, അല്ലെങ്കിൽ ആത്യന്തികമായി ഈ ഗ്ലാസ്സിലെ ജലം സമുദ്രമാണെന്ന് അറിയുന്ന പോലെ, അല്ലെങ്കിൽ ആ ഘടത്തിലെ ആകാശം സർവത്ര പരിപൂർണമായിരിക്കുന്ന ഈ ആകാശം തന്നെയാണെന്ന് അറിയുന്ന പോലെ ആണ് താൻ ഇതിനകത്ത് സാക്ഷാത്കരിക്കേണ്ടത്. ഇത് താൻ ഇപ്പോൾ പറഞ്ഞില്ലേ, താനിപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്, അജ്ഞാനിയാണ്. അജ്ഞാനി എന്ന് വെച്ചാൽ തന്നെ അറിയാതെ തനിക്ക് വിഷയമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് അതിൽ അഭിമാനം വെച്ച് അതിൽ സുഖമിരിക്കുന്നു എന്നെല്ലാം കരുതി അതിനെ മാത്രം എപ്പോഴും ചിന്തിച്ചും അതിൽ മാത്രം എപ്പോഴും പ്രവർത്തിച്ചും ഇങ്ങനെ ജീവിതം മരിക്കുന്നത് വരെ കഴിയുന്ന അതിനെയാണ് അജ്ഞാനം എന്ന് പറയുന്നത്. ആയുസ് ഉള്ളത് വരെ ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊണ്ട് പോകുന്നതാണ്. ഇതിനെയാണ് അവർ പരിവർത്തനപ്പെടുത്താൻ പറഞ്ഞത്. എന്താണ്? ഇതിൽ നിന്ന് വേറിട്ട് ഇതിനെല്ലാം സാക്ഷിയായിരിക്കുന്ന ഈ ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങാൻ പറയും. നമുക്കറിയാം ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്, ഇതെല്ലാം കാണപ്പെടുന്നതുകൊണ്ട് ഇതെല്ലാം ഏതോ ഒരു ശക്തിയുടെ ഒരു സൃഷ്ടിയാണെന്ന് നമുക്കറിയാം. ആ ശക്തിയെ നമ്മൾ ഈശ്വരനായിട്ട് പറയുന്നു. എന്നാൽ ബ്രഹ്മത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സൃഷ്ടിയേ ഇല്ല. കാരണം ഈ ഈശ്വരൻ
അദ്ദേഹത്തിൻ്റെ മായാശക്തിയെ ഉപയോഗിച്ചുകൊണ്ട് ഈ ജഗത്തിനെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈശ്വരൻ അദ്ദേഹത്തിൻ്റെ സൃഷ്ടി, ഇപ്പം ഇന്ദ്രജാലക്കാരൻ അദ്ദേഹത്തിൻ്റെ ഇന്ദ്രജാല വിദ്യയെ ഉപയോഗിച്ചുകൊണ്ട് ഒരു 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 ഇതൊക്കെ കാണിക്കും, ചില ഹിപ്നോട്ടിസമൊക്കെ കാണിക്കും, അതുപോലെ കാണിച്ചിരിക്കുക. പക്ഷേ ഇതിൽ ബ്രഹ്മത്തിൻ്റെ റോൾ എന്താണ്? ഇതിനെല്ലാത്തിനും അതിൻ്റെ ധർമ്മത്തെ അനുഷ്ഠിക്കുന്നതിനുള്ള ഊർജം പ്രദാനം ചെയ്തിരിക്കുക. ഇതെല്ലാം അങ്ങനെയാണ് സൂര്യൻ ഉദിച്ചപ്പോൾ കുട്ടികൾ സ്കൂളിലേക്ക് പോയി, പുസ്തകമൊക്കെ പറക്കിക്കൊണ്ട് സ്കൂളിലേക്ക് പോയി, ടീച്ചർമാരും അതുപോലെ പോയി, കിളയ്ക്കുന്ന ആളുകൾ അവരെ മമ്മട്ടിയൊക്കെ എടുത്ത് തോളിൽ വെച്ചുകൊണ്ട് കിളയ്ക്കാൻ പോയി. ഓരോരുത്തരും അവരവരുടെ വ്യവഹാരങ്ങളെ ചെയ്യുന്നില്ലേ? ഇപ്പോൾ നമ്മൾ പറയും സൂര്യനാണ് ഇതിനെല്ലാം പ്രേരകനായിരിക്കണമെന്ന് പറയും. ആ പറയുന്ന പോലെയാണ്. അപ്പോൾ ഇതിൻ്റെ ധർമ്മങ്ങൾ, അതിപ്പോൾ ഇതിൻ്റെ ധർമ്മങ്ങളാണ്. അപ്പോൾ ആ കുട്ടിയുടെ ധർമ്മമാണ് വിദ്യാഭ്യാസം ചെയ്യാനുള്ളത്. അതുപോലെ ആ കിളയ്ക്കാരൻ്റെ ധർമ്മമാണ് കിളയ്ക്കാനുള്ളത്. അപ്പോൾ ഓരോരുത്തരും അവരുടെ ധർമ്മത്തെ എപ്രകാരമാണ് സൂര്യൻ ഉദിച്ചപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ സൂര്യനിൽ ആരോപിച്ച് നമ്മൾ പറയും സൂര്യനാണ് ഇതിൻ്റെയൊക്കെ കാരണക്കാരെന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ ഇവിടെ. ഇപ്പോൾ ഈ പറഞ്ഞ ഈശ്വരനും ജീവനും ഈ ജഗത്തും എല്ലാം ഇതിൻ്റെ ധർമ്മത്തെ ചെയ്യുന്നതിന് ഈ ആത്മാ കേവല സാക്ഷി മാത്രമായിട്ടിരിക്കുകയാണ്. ഇതെല്ലാം ഇതിൽ നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആത്മാവിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടേ ഇല്ല. അതുകൊണ്ടാണ് പാരമാർത്ഥികമായി ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ സ്വപ്നത്തിൽ എന്ന പോലെ, സ്വപ്നത്തിൽ എന്തൊക്കെയോ കണ്ണടച്ച് മുറി അടച്ച് ഒരു കട്ടിലിൽ കിടക്കുമ്പോൾ നമ്മൾ നടന്ന് ഒരു വലിയ പർവ്വതത്തിൻ്റെ മുകളിൽ കയറിയതായിട്ടും അവിടെ നിന്ന് താഴോട്ട് വീണതായിട്ടും ഒക്കെ കാണുന്നില്ലേ? സ്വപ്നത്തിൽ കാണുന്നില്ലേ? ചിലരൊക്കെ ഭയപ്പെടുന്നുണ്ട്. അത് എത്ര പരമാർത്ഥമാണ്? പരമാർത്ഥമേ അല്ല. കാര്യം അത് ചുമ്മാ ഒരു തോന്നലാണത്. എപ്പോഴറിയാം? ഉണർന്നതിന് ശേഷം അറിയാൻ പറ്റും. ഇതുപോലെ ഇപ്പോഴും നമ്മളൊരു വലിയ സ്വപ്നത്തിലകപ്പെട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇതിൽ നിന്ന് ഉണർത്തുക എന്നുള്ളതാണ് വേദം ചെയ്തിരിക്കുന്നത്. വേദം ഇതിനെ നമ്മൾ അതിൽ നിന്ന് ഉണർത്തുകയാണ്. ഈ ഉണർന്ന ഉടനെ ഇതിനെയാണ് അവൻ അതിൽ നിന്ന് ഉണർന്നു എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ഇതറിയാതിരിക്കുന്ന കാലത്തോളം ഒരാൾ ഇതിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഏത്? ആ പരമാർത്ഥമായിരിക്കുന്ന ആത്മാവാണ് താനെന്ന് അറിയാതിരിക്കുന്ന കാലത്തോളം ഈ ജീവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് ഇത് ഉണരുന്നത്? ഗുരു വേദാന്ത ശാസ്ത്രങ്ങൾ ഇതിനെ ഉണർത്തും. ഗുരു പറയും നീ അങ്ങനെയാണ്, നീ തത്വവിചാരത്തെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതുവഴി ഇങ്ങനെ ആലോചനകൾ ചെയ്ത് അതാണ് ഉണർന്നത്. ബുദ്ധനെയൊക്കെ പറ്റി പറഞ്ഞു കേട്ടിട്ടില്ലേ? ബുദ്ധന് ബോധോദയം ഉണ്ടായി. നമ്മളിപ്പോൾ ലൗകിക ഭാഷയിൽ പറഞ്ഞു അവന് ഭൂതോദയം ഉണ്ടായതൊക്കെ പറയില്ലേ? അവൻ ഇപ്പോഴാണ് അതറിഞ്ഞതെന്ന് പറയുന്നത്. ഇതുപോലെ ബുദ്ധൻ എപ്പോഴും സദാ ഈ ആത്മാവിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. എന്താണെന്നൊന്നും ഒരു പിടിയില്ല. അങ്ങനെ ഇരുന്ന് ബോധോദയം ഉണ്ടായി. ഇതാണല്ലേ, ഇതാണ്. ഇതുപോലെ നമ്മളും താൻ ഈ ദേഹമല്ല, ഇന്ദ്രിയങ്ങളല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ഇതെല്ലാം തന്നാൽ അറിയപ്പെടുന്ന തത്വങ്ങളാണ്. താനല്ല. അറിയപ്പെടുന്ന പൊരുൾ അറിയുന്നവന് അന്യമാണ്, അല്ലേ? അപ്പം ഞാൻ അറിയുന്ന നിങ്ങൾ എനിക്ക് അന്യമെന്ന് പറയുമ്പോൾ ഇതുപോലെ അറിയപ്പെടുന്ന പൊരുളിൽ അറിയുന്നവരിക്കില്ല, അതിന് വിലക്ഷണമായിട്ട് നിൽക്കും. അപ്പോൾ ഇതെല്ലാം അറിയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതിന് വിലക്ഷണമായിട്ട് ഈ ആത്മാവ് ഇരിക്കുന്നു എന്നുള്ളത്. വിലക്ഷണം എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് വേർപെട്ട് അതായിട്ട് ചേർന്നല്ല ഇരിക്കുന്ന, ഇതിൽ നിന്ന് തൊടാതെ, ഇതിൽ നിന്ന് ഒട്ടാതെ, ഇതിൽ നിന്ന് വ്യതിരിക്തമായി ആത്മാവ് ഇരിക്കുന്നു എന്നാണ്. ഇങ്ങനെ ഇരിക്കുന്ന ഈ ആത്മാവിനെ നീയാണെന്ന് ഉണർത്തുന്നതാണ് ഗുരു ചെയ്യണം. ഗുരു ചെയ്യുന്നത് ഇതിനെ ഉണർത്തുന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് വേദത്തെ പറഞ്ഞു കൊടുക്കുന്നത്. അത് നീയാണ് കുഞ്ഞെ എന്ന് പറയുന്നതാണ് ഈ തത്വമസി എന്നൊക്കെ പറയുന്നത്. ഇത് അതിനെ ഉണർത്തി ഒരു പരിധി വരുമ്പം ആ ഗുരു അതാണ് നീ, അത് തന്നെയാണ് നീ എന്ന് പറയും. ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? നമ്മൾ ആകാശത്തെ ആർക്കെങ്കിലും കാണിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അതിസൂക്ഷ്മമായ ഒരു തത്വത്തെയാണ് പറയുന്നത്. ഈ തത്വത്തെ ഗ്രഹിക്കാനുള്ള ശേഷി നമ്മുടെ അന്ധകരണത്തിൽ ഇല്ലാതെ പോയതാണ്. ഇത് എത്ര തന്നെ പറഞ്ഞിട്ടും ഇതിൽ ഒരാൾക്കും ഒരു ഗ്രാഹ്യവും വരാത്തത്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്
ഈ അന്ധകരണത്തെ ശുദ്ധി ചെയ്യണം, മനസ്സിനെ ശുദ്ധമാക്കണം. മനസ്സിനെ ശുദ്ധമാക്കുക എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം ഈ ലോകത്തോടുള്ള പ്രതിപത്തി മാറണം. ലോകത്തോടുള്ള പ്രതിപത്തി ഇപ്പം നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അജ്ഞാനം കൊണ്ടാണ്. അജ്ഞാനം കൊണ്ട് എന്താണ്? താൻ ആത്മാവായിരിക്കെ അതിനെ അറിയാതെ താൻ ഈ ദേഹമാണെന്നുള്ള തെറ്റിദ്ധാരണയിലിരിക്കുന്നതാണ്. ഇപ്പോൾ ദേഹത്തിനെ സംബന്ധിച്ച് ഈ പ്രപഞ്ചം അതിനൊരു ഘടകമല്ലേ. ഇതിൻ്റെ ഈ പറയുന്ന മൂലകങ്ങളും ഇതിലിരിക്കുന്ന എല്ലാം ഈ ദേഹത്തിന് ആവശ്യമുണ്ട്. ഈ ദേഹം നിലനിൽക്കണമെങ്കിൽ നമ്മൾ പറയും ചില വൈറ്റമിൻസൊക്കെ ഇതിൽ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഘടകങ്ങളെല്ലാം ഇതുമായിട്ട് ചേർന്നാണ് നിൽക്കുന്നത്. അതിന് വേണം. പക്ഷേ ആത്മാവിൽ നിലനിൽക്കാനായിട്ട് ഒന്നിൻ്റെ ആവശ്യമില്ല. ആത്മാവ് വന്ന് ചേർന്നതല്ല, അതിന് മരണവുമില്ല. പിന്നെ ഈ ശരീരത്തിനാണ് ഈ ജനനവും മരണവും വാർദ്ധക്യമൊക്കെ ഉള്ളത്. തനിക്കല്ല എന്ന് അറിയുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ് ചേച്ചി? ഈ ഭ്രമം മാറ്റാം. ഈ ഭ്രമമാണ് ഇതിൽ ആ മനസ്സിനെ അശുദ്ധമാക്കി നിർത്തിയിട്ട് തൻ്റെ ആത്മസ്വരൂപ നിലയെ എത്ര തന്നെ ഗുരു വിളക്കിയാലും അത് ഉറയ്ക്കാനൊക്കാത്ത പോകണം. ജനക മഹാരാജാവിന് യാജ്ഞവൽക്യ സ്വാമികളാണ് ഗുരു. അഷ്ടാവക്രനുമുണ്ട്, പല ഗുരുക്കന്മാരുണ്ട്. അതിൽ പ്രധാനി യാജ്ഞവൽക്യ സ്വാമികളാണ്. ഈ യാജ്ഞവൽക്യ സ്വാമികൾ ഇങ്ങനെ തീർത്ഥാടനം ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പം ഇതുവഴി വരുമ്പോഴൊന്ന് കയറി ഒരാഴ്ച അവിടെ തങ്ങും, ഉപദേശിക്കും. ഇങ്ങനെ എത്രയോ തവണ ജനക മഹാരാജാവിനെ ഉപദേശിച്ചു. ആര്? യാജ്ഞവൽക്യ സ്വാമികൾ. പക്ഷേ ആ ബോധം ഉണ്ടായില്ല. ആർക്ക്? ജനമഹാരാജാവിന് ബോധം ഉണ്ടായില്ല. അങ്ങനെ ഇരുന്നിരുന്ന ഒരു ദിവസം അദ്ദേഹം ഇതെല്ലാം എപ്പോഴും ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്വഭാവമാണ് ഉള്ളത്. ആർക്ക്? ജനമഹാരാജ്. ഒരിക്കലും ഇങ്ങനെ പൂന്തോട്ടത്തിൽ ആകാശം നോക്കി ഇങ്ങനെ കിടക്കുകയായിരുന്നു അദ്ദേഹം. പെട്ടെന്ന് ഈ തത്വങ്ങളെല്ലാം നിരൂപണം ചെയ്ത് ഇങ്ങനെ കിടന്ന് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ഒരു അശരീരി കേട്ടു. ആകാശത്തിൽ നിന്ന് ഒരു അശരീരി കേട്ടു. ഈ അശരീരിയുടെ ഫലമായിട്ട് ഇദ്ദേഹത്തിന് ജ്ഞാനം ഉണ്ടായെന്ന് വെച്ചാൽ തന്നെ ഉള്ളതുപോലെ അറിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പം നമ്മളെങ്ങനെയാണ് തന്നെ അറിയുന്നത്? ഈ ദേഹമാണെന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞില്ലേ, ആ കടൽ ജലത്തിന് ആ ഗ്ലാസ്സിൻ്റെ പരിമിതിയിൽ അറിഞ്ഞിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഗ്ലാസിൻ്റെ പരിമിതിയിൽ അറിഞ്ഞപ്പോൾ അത് നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ലത് അല്ലേ. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച്, 2 ഗ്ലാസ് വെള്ളം കുടിച്ച്, 3 ഗ്ലാസ് വെള്ളം കുടിച്ച് സാറ്റിസ്ഫൈ ആവുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഉപാധിയുടെ അളവിലാക്കി കാണുന്ന ഒരു സ്വഭാവമാണ് ഇവിടെ സംഭവിച്ചത് ഈ കടലിൽ. അതുപോലെ ഈ ആത്മാവും, അതായത് എങ്ങനെ സർവത്ര പരിപൂർണമായിരിക്കുന്ന ഈ ആത്മാവിനെ നമ്മുടെ ശരീര അളവിൽ കാണുന്നു. അതാണ് ഇതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു അജ്ഞാനമായിട്ട് ഇതിനെ പറഞ്ഞത്. വാസ്തവത്തിൽ അത്ര എന്ന് പറയാൻ സാധിക്കാത്ത അവാച്യമായിട്ട് ഒന്ന് വാക്കുകൊണ്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഉള്ള ഈ ആത്മതത്വത്തെ നമുക്ക് കടലിൽ തന്നെ എടുക്കാൻ ചോദിച്ചു. ഈ കടലിൻ്റെ ജലത്തെ അളന്നറിയാൻ പറ്റുമോ? എന്തുമാത്രം അഗാധമായിട്ട് എന്തുമാത്രം ജലം കിടക്കുന്നു. ഭൂമിയുടെ 1/2 ജലം എന്നല്ലേ പറയണം. ഇപ്പോൾ ഭൂമി ഈ വെള്ളമെല്ലാം കൂടെ വ്യാപിച്ച് കിടന്നാൽ ഏതാണ്ട് നമ്മൾ തലയ്ക്ക് മേളിൽ വെള്ളം കാണും. ഇപ്പോഴും സമുദ്രമേ ഭൂമിയിലെല്ലാം പൂർണ്ണമായി വ്യാപിച്ച് കിടന്നാൽ നമ്മുടെ തലയ്ക്ക് മേളിൽ വെള്ളമുണ്ട്. എല്ലാവരും മുങ്ങി കിടക്കുകയാണ്, ആ രീതിക്കാണ്. പക്ഷേ ഭഗവാൻ അവിടെ ഒരു കുഴിയാക്കി സമുദ്രമാക്കി ഇട്ടിരിക്കുക. ഞാൻ പറഞ്ഞു വന്ന ഇതല്ല, സമുദ്രം എത്ര വ്യാപ്തമുള്ളതാണ്. അതിനെ ഗ്ലാസ്സിലെടുത്ത് സമുദ്രത്തെ ഗ്ലാസ്സിലെ ജലം എന്ന് പറയുന്ന പോലെ കിണറിലെ ജലം, അത് കിണർ ഒരു ഇട്ടാവട്ടമാണ്. കിണർ വെള്ളം എന്ന് പറയുമ്പോൾ എനിക്ക് നമ്മൾ ഈ പറയുന്നത് ഈശ്വരനെന്നും ജീവനെന്നും ഒക്കെ പറയുന്നതെല്ലാം ഇതിനെ ഉപാധിയുടെ അളവിൽ കാണാൻ ശ്രമിക്കുന്നതാണ്. വാസ്തവമല്ല. ഇത് വാസ്തവമാണോ? വാസ്തവമല്ല. അവരതുകൊണ്ട് പറഞ്ഞു ഈ ഉപാധിയെ വിട്ടിട്ട് ഇതിനെ നോക്കാൻ പറഞ്ഞു. ഉപാധിയെ വിടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഈ മനസ്സ് കൊണ്ട് ആ സൂക്ഷ്മതയെ നമ്മൾ ഭഞ്ജിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിന് കാരണം നമ്മൾ ഈ പറയുന്ന ശുഷ്ക അറിവുകളെന്നാണ്. ഇതിൻ്റെ പേരൊക്കെ ശുഷ്ക അറിവുകളാണ്. ഇതിനെ ശുഷ്ക അറിവിനെയാണ് ശുഷ്ക ജ്ഞാനം എന്ന് പറയും. ജ്ഞാനം എന്ന് വെച്ചാൽ ഇതിനെ അറിയുന്നത് തന്നെ, അറിയുന്ന അറിവാണ്.
അറിവ് ഇപ്പം നമ്മളിപ്പോൾ അറിയില്ല, വിഷയത്തെ അറിയല്ലേ. വിഷയത്തെ എന്ന് വെച്ചാൽ ആ ജ്ഞാനം തന്നെ ഒരു ശുഷ്കമായിട്ട് അറിയുന്നതാണ്. ഇത് അതിൻ്റേതായ രൂപത്തിൽ ഇതിനെ അറിയുന്നതിനെയാണ് അവർ പറയുന്നത് മനസ്സിന് ശുദ്ധി വേണം. മനസ്സ് കൽമഷങ്ങൾ ഇരിക്കുന്ന മനസ്സിന് ഇതിനറിയാൻ സാധിക്കില്ല. ആ കൽമഷം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഈ ലോകത്തോടുള്ള സത്യബുദ്ധിയിൽ പ്രവർത്തിക്കുകയും ഈ ലോകപദാർത്ഥങ്ങളോട് ആഗ്രഹം ഉണ്ടാവുകയും ഈ ആഗ്രഹിച്ച കാര്യം കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യുമ്പോൾ ഈ മനസ്സിൽ വരുന്ന ഈ രാഗദ്വേഷങ്ങളൊക്കെയാണ് ഇതിൻ്റെ കാരണം. പറഞ്ഞില്ലേ, ഒരു വസ്തുവിൽ ആഗ്രഹം വന്നു, അത് ലഭിച്ചാൽ സന്തോഷം, ലഭിച്ചില്ലെങ്കിൽ ദുഃഖം. ഇനി ദുഃഖം കൊണ്ട് തീരുന്നില്ല, ഇതിന് വിഘ്നം ചെയ്ത് ആരെങ്കിലും നിൽക്കണമെങ്കിൽ അയാളോട് ക്രോധം. ഇങ്ങനെ ഈ 13 ചിത്രവൃത്തികളും ഇതിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ പരിണാമം ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെയാണ് നമ്മൾ പറഞ്ഞ മനസ്സിൻ്റെ അശുദ്ധി. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു, ഈ ലോകത്തോട് എന്തിനു ആഗ്രഹം ഉണ്ടായി നിനക്ക്? ഇത് പരമാർത്ഥമല്ലല്ലോ. അപ്പോൾ അവർ പറയുന്നത് ഇത് പരമാർത്ഥമല്ല, ഇത് വാസ്തവമല്ല, ഇത് വാസ്തവമെന്ന് നമ്മൾ കൽപ്പിക്കുകയാണ്. അതാണ് നമ്മൾ സങ്കല്പിച്ചാണ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. മനസ്സുകൊണ്ട് എണ്ണിയാണ് ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ മനസ്സിന് ഈ സങ്കല്പങ്ങൾ ഇതിൽ പിൻവലിച്ചാൽ സ്വാഭാവികമായിട്ട് മനസ്സ് ശുദ്ധമാവുകയാണ് ചെയ്യണം. ശുദ്ധമാകുന്നതോടുകൂടി ഇത് ആത്മാവിനെ അറിയുന്ന വിധത്തിലേക്ക് ഇതാവും. മനസ്സ് അന്തർമുഖമാവുന്നതാണ് ഇതിൻ്റെ പേര്. ഇത് വെളിയിലേക്ക് ഇതിനെ അഴിച്ചു വിട്ടിരിക്കുന്നതിനെയാണ് നമ്മൾ പറയുന്ന അറിവില്ലായ്മ. ഇതിനെ തന്നിലേക്ക് തിരിച്ചു വിടുന്നതാണ് നമ്മുടെ തൻ്റെ ആത്മസാക്ഷാത്കാരത്തിന് നമുക്ക് ഉപകരിക്കുന്നത്. ഇതാണ്. അപ്പം മനസ്സുകൊണ്ട് ഇതിനെ നല്ലതുപോലെ അറിയാതെ ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ടാണ് വേദവും ശാസ്ത്രങ്ങളും ഇതിൻ്റെ വഴിയെ പറഞ്ഞു തരികയാണ് നമുക്ക് ചെയ്യണത്. അങ്ങനെ പറഞ്ഞു വരുന്ന രൂപത്തിൽ ഈ 3-ാം വർണ്ണകത്തിൽ പറയാണ്, ജീവാത്മാ കൽപ്പിതമെന്നും കൽപ്പിതമെന്നത് മിഥ്യയായതിനാലും സത്യമായ പരമാത്മാവും ജീവാത്മാവും അഭേദമെന്നത് എങ്ങനെ എന്നാൽ പാരമാർത്ഥികൻ, വ്യാവഹാരികൻ, പ്രാതിഭാസികൻ എന്ന് ജീവൻ 3 വിധമായവൻ. 3 വിധ ജീവന്മാരാണ് നമുക്ക് അറിയാവുന്നത്. ഇപ്പം ജാഗ്രത ജീവൻ്റെ പേരാണ് ചിതാഭാസൻ. ഈ ജീവൻ, സ്വപ്നത്തിലെ ആ ജീവൻ്റെ പേരാണ് തൈജസൻ. സുഷുപ്തി ജീവൻ്റെ പേരാണ് പാരമാർത്ഥികൻ. അപ്പം ഈ പറയുന്ന വിശ്വ തൈജസ പ്രാജ്ഞന്മാരെന്നാണ് പറയുന്നത്. വിശ്വൻ അത് ജാഗ്രത ജീവൻ്റെ പേര്. ഈ ജാഗ്രതത്തിലെ അഭിമാനി ജീവനും സ്വപ്നത്തിൻ്റെ അഭിമാനി ജീവനും സുഷുപ്തിയിലെ അഭിമാനി ജീവനും ഈ ആത്മാവല്ല. ഇപ്പം ജാഗ്രതത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? ഈ ചിതാഭാസനായിരുന്നു കൊണ്ടാണ്. ആ ചിതാഭാസൻ എന്ന് വെച്ചാൽ ഈ ചിത്തിൽ ആഭാസമായിരിക്കുന്ന ഒരു ബ്രഹ്മചൈതന്യം, അതാണ് ഈ ഇതിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത്. അതെങ്ങനെ? ഈ ആഭാസം എന്ന് പറഞ്ഞാൽ ഈ ഉപാധിയുടെ പരിച്ഛിന്നതയിൽ ഇരിക്കുന്ന ഒരു ചൈതന്യം തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് ആ ഉപാധിയുടെ ധർമ്മങ്ങളും ഇതിൽ കലർന്നതുപോലെ ഇരിക്കുകയാണ്. അപ്പോൾ കലർന്നതുപോലെ ഇരുന്ന് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതെല്ലാം നമുക്ക് മനസ്സിൽ വൃത്തികളെ ഉണ്ടാക്കുന്നത്. ഈ പറയുന്ന ജാഗ്രത ജീവനും സ്വപ്ന ജീവനും സുഷുപ്തി ജീവനും എല്ലാം വാസ്തവത്തിൽ മിഥ്യയാണ്. ജാഗ്രത ദശയിൽ നമ്മൾ ആ ചിതാഭാസനായിരുന്നുകൊണ്ടാണ് വ്യവഹരിക്കുന്നത്. സ്വപ്നത്തിൽ ചിതാഭാസൻ മാറി തൈജസനായിരുന്നാണ് വ്യവഹരിക്കുന്നത്. സുഷുപ്തിയിൽ അതും മാറി ഏതാണ്ട് പാരമാർത്ഥികൻ എന്നാണ് അതിൻ്റെ പേര്. പാരമാർത്ഥികമായൊരു നിലയാണ് സുഷുപ്തിയിലുള്ളത്. കാരണം ഉപാധികളെല്ലാം മാറി 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 വരുമ്പോൾ സ്വാഭാവികമായി ആ ചൈതന്യത്തിന് ഒരു പരമാർത്ഥ സ്വരൂപമുണ്ട്, പരമാർത്ഥികമായിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ രൂപത്തിൽ 3 ജീവന്മാരെ നമുക്കറിയാം. ഇവരെ പറയണം, ജലത്തിൽ അലയുന്ന അലയിൽ നുരയും എങ്ങനെ കൽപ്പിതമോ അങ്ങനെ പാരമാർത്ഥികനിൽ വ്യാവഹാരികൻ കൽപ്പിക്കപ്പെടുന്നു, വ്യാവഹാരികനിൽ പ്രാതിഭാസികൻ കൽപ്പിക്കപ്പെടുന്നു. എങ്ങനെയെന്നാൽ രുചി, കുളിർമ മുതലായവ വാസ്തവത്തിൽ ജലത്തിൻ്റെ ഗുണങ്ങളായി തന്നെ ഇരുന്ന് ആ ഗുണങ്ങളിൽ അലയിലും അതിൻ മൂലമായി നുരയിലും വിളങ്ങുന്നു. എങ്ങനെ അലയില്ലാതെ നുരയും ജലമില്ലാതെ അലയുമില്ലയോ? ജലം മാത്രം വാസ്തവമായുള്ളതോ
അങ്ങനെ പ്രാതിഭാസികനും വ്യാവഹാരികനെ കൂടാതെ ഇല്ല. വ്യാവഹാരികനും പാരമാർത്ഥികനെ വിട്ടില്ല. അതിനാൽ ഘടാകാശവും എങ്ങനെ മഹാകാശമോ അതുപോലെ പാരമാർത്ഥികനായ കൂടസ്ഥൻ പരമാത്മാവെന്നത് സിദ്ധാന്തം. ഈ പറയുന്ന 3 ചൈതന്യങ്ങളും, ആ ചൈതന്യങ്ങളുടെ പേരാണ് വിശ്വൻ, വ്യാവഹാരികൻ, ചിതാഭാസൻ. ഇത് 3ഉം ഒരേ ചൈതന്യം തന്നെന്ന് പറയാൻ കാരണം ഇത് ആ അളവിൽ വന്ന് ചുരുങ്ങിപ്പോയത് കൊണ്ട് മാത്രമാണ്. വാസ്തവത്തിൽ ഇത് 3ഉം ഒന്ന് തന്നെയാണ്. അതെങ്ങനെ ഒന്നാവുമെന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മം തന്നെയാണ്, ആത്മാ തന്നെയാണ് എന്ന് പറയാം. അപ്പോൾ പാരമാർത്ഥികമായ കൂടസ്ഥൻ പരമാത്മാവെന്നത് സിദ്ധാന്തം. ഇതിൽ കൂടസ്ഥനായിരിക്കുന്നതാണ് പരമാർത്ഥം. ഇങ്ങനെ ഏവൻ നേതി നേതി ഇതല്ല എന്നുള്ള ശ്രുതിവാക്യത്തിനാൽ ദേഹാദി പഞ്ചകോശങ്ങളിൽ നിന്ന് പാരമാർത്ഥികനായ കൂടസ്ഥനെ വേർപെടുത്തി ആ പാരമാർത്ഥിക കൂടസ്ഥനാണ് ഞാൻ എന്ന് അറിഞ്ഞുകൊണ്ടവനായി ആ കൂടസ്ഥനായ ബ്രഹ്മം ഞാനേ എന്ന് ശ്രുതിസ്മൃതി വിചാരത്തിനാലും യുക്തിയാലും ദൃഢനിശ്ചയത്തിനാലും സാക്ഷാത്കാരം ചെയ്തുകൊണ്ടിരിക്കുന്നുവോ അവനാണ് പരിപൂർണ ബ്രഹ്മസ്വരൂപൻ. അവനെയാണ് പുണ്യപാപകർമ്മങ്ങൾ തൊടുകയില്ല എന്ന് സകല ഉപനിഷത്തുകളും ഒരേ താല്പര്യമായി ഉപദേശിക്കുന്നത്. ഇതാണ് 3ാമത്തെ വർണ്ണകം ഇവിടെ അവസാനിച്ചു. അപ്പോൾ ഇതിൽ അറിയേണ്ടത് ഏതാണ്? ഇങ്ങനെയെല്ലാം ഇരിക്കുന്നതിനിടയിലൂടെ ഇതെല്ലാം പാരമാർത്ഥികമായിരിക്കുന്ന കൂടസ്ഥനാണ് ഇതിൽ മുഖ്യമെന്ന് അറിയേണ്ടതാണ്. അല്ലാതെ ഈ ചിതാഭാസനോ അല്ലെങ്കിൽ ആ തൈജസ്സനോ ആ പ്രാജ്ഞനോ പാരമാർത്ഥികനോ അല്ല. ഇതെല്ലാം അതിനെ ഉപാധിവശാൽ ആ സ്വരൂപത്തിൽ വന്നിരിക്കുന്ന അളവുകളാണ്. അതിനെ പറയും ഇട്ടാവട്ടെ. അതാണ് നമ്മൾ പൂർണ്ണമല്ലത്, ഒരു അപൂർണതയാണത്, അല്ലേ സുഷേ? ഒരു അപൂർണതയാണ്. നമ്മളത് ഗ്രഹിക്കേണ്ടത് എങ്ങനെയാണ്? ആ പൂർണ്ണതയിൽ അതിനെ ഗ്രഹിക്കണം. പൂർണ്ണത എന്ന് പറയുന്നത് എന്താണ്? ഇതിനെല്ലാത്തിനും ആധാരമായിരിക്കുന്ന, അധിഷ്ഠാനമായിരിക്കുന്ന ആ കൂടസ്ഥൻ. ഇത് തന്നെയാണ് നമ്മൾ 9 ലക്ഷ്യമായിട്ട് അറിയേണ്ടത്. ജീവൻ്റെ ലക്ഷ്യാർത്ഥമായിട്ട് ഇരിക്കുന്നത് ഇതാണ്. അപ്പം നമ്മൾ അതിൽ ഉള്ള യുക്തി എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുക. ഇത് അറിയുന്നതിനും ചിന്തിക്കുന്നതിനും കാണുന്നതിനും എല്ലാത്തിനും സാക്ഷിയായിട്ട് ആത്മാവ് ഇതിൽ ഇരിക്കുന്നു എന്നറിയണം. അത് ഇങ്ങനെ വേദശാസ്ത്രങ്ങളെ കൊണ്ട് പറഞ്ഞ് കാണിച്ചറിഞ്ഞാലും നമ്മൾ അനുഭവത്തിൽ വരണമെങ്കിൽ ഈ മനസ്സ് ശുദ്ധമാവും, മനസ്സ് സൂക്ഷ്മപ്പെടണം. അങ്ങനെ മനസ്സിനെ സൂക്ഷ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നിഷ്കാമകർമ്മങ്ങളെല്ലാം ചെയ്യേണ്ടത്. മനസ്സ് ദുഷിക്കാനല്ല കർമ്മം ചെയ്യാനുള്ളത്, സൂക്ഷ്മപ്പെടണം, എന്നുവെച്ചാൽ ശുദ്ധമാകണം. അതിനു വേണ്ടിയിട്ടാണ് കർമ്മം ചെയ്യേണ്ടത്. ലോകത്തിൽ നമുക്ക് വരുന്ന ഗുണാനുഭവം തിക്താനുഭവം ഏതിനെ ആശ്രയിച്ചാണ് എന്ന് ചോദിച്ചാൽ വേദം പറഞ്ഞിരിക്കുന്നു, അത് പൂർവ്വം ചെയ്ത പുണ്യഭാവങ്ങളെ ആശ്രയിച്ചാണ്. മുജ്ജന്മത്തിലെ നമ്മൾ ചെയ്ത പുണ്യഭാവങ്ങൾക്ക് ആശ്രയിച്ചാണ് നമുക്ക് ഒരു കാര്യത്തിൽ സന്തോഷവും സങ്കടവും ഉണ്ടാകുന്നത്. സ്വാമി പറയുമായിരുന്നു, നമുക്ക് വരുന്നത് ദുഃഖമായി മാറുന്നതും സുഖമായി മാറുന്നതും വരുന്ന കാര്യത്തിൻ്റെ വെച്ചുകൊണ്ടല്ല. അതിൽ മനോമയ കൽപ്പനയാണ് സുഖദുഃഖങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് ഒരു ഉദാഹരണം അദ്ദേഹം പറയുന്നതാണ്. സമയമായി. പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന 2 കുട്ടികൾ ഉള്ള അച്ഛനമ്മമാർ 2 വീടുകളിലായിട്ട് അയൽവാസികളായിട്ട് താമസിക്കുകയാണ്. എയും ബിയും ആയിക്കോട്ടെ, 2 പിള്ളേരവിടെ വർക്ക് ചെയ്യുക. അതിൽ എ മരിച്ചുപോയി, ഒരു ആക്സിഡൻറ്റിൽ, ഒരു യുദ്ധത്തിൻ്റെ ഒരു ഇതിൽ മരിച്ചുപോയി. അപ്പോൾ അവിടെ നിന്ന് പണ്ട് ടെലിഗ്രാമല്ലേ ഇത് വരണത്. ടെലിഗ്രാം അയച്ചതിൽ എങ്ങനെയോ ബി മരിച്ചു പോയെന്നാണ്. ഇപ്പോൾ ടെലിഗ്രാം തെറ്റി വന്ന ഉടനെ തന്നെ എയുടെ മരിച്ചുപോയത് എ ആണ്, പക്ഷെ ടെലിഗ്രാമിൽ എങ്ങനെ ബി ആണ് മരിച്ചു പോയതെന്ന് പറഞ്ഞ് വന്നു. അങ്ങനെ അയൽവാസികളായ അവരിൽ 2 പേരുടെ വ്യവഹാരം പറയണം വേദം. അതിൽ എയുടെ വീട്ടിൽ പിന്നെ സങ്കടമുണ്ട്, എങ്കിലും കഷ്ടമായി പോയി. ആ കുട്ടി അവർക്കൊരു
അവർക്ക് ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു അത്താണിയായിരുന്നു, കഷ്ടമായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് എയും വിലപിക്കുന്നുണ്ട്. ബി എങ്ങനെയാണ് എല്ലാം നഷ്ടപ്പെട്ട രീതിയിൽ തലയടിച്ച് കിടന്ന് കരയും ബഹളം വയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു പറയുന്ന ഇതാണ്, എ മരിച്ചു പോയതെങ്കിലും അറിഞ്ഞത് എ മരിച്ചു പോയില്ല എന്നാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ദുഃഖമില്ല, പക്ഷേ അവർ സാമാന്യമായ ദുഃഖത്തെ കാണിക്കുന്നു. ഈ പറയുന്ന ഇതാണ്, ഈശ്വര സൃഷ്ടമായിരിക്കുന്ന ഒരു സംഗതിയെ അല്ല ഈ ജീവൻ സുഖദുഃഖങ്ങളാക്കി എടുക്കുന്നത്. വെറും ആ മനോമയമായിരിക്കുന്ന കാര്യങ്ങളെയാണ് സുഖദുഃഖങ്ങളായിട്ട് എടുക്കുന്നത്. വാസ്തവത്തിലുള്ളതിൽ സുഖദുഃഖങ്ങൾ ഉണ്ടാവുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ മനസ്സ് മെനഞ്ഞെടുത്താണ് സുഖദുഃഖങ്ങളെ ഉണ്ടാക്കുന്നത്. ഇതുപോലെയാണ് ഇതിന് നമ്മൾ പറയുന്ന മനോമയ ഘടത്തിൻ്റെ നാശത്തിനെയാണ് ഇവിടെ കണ്ടത്. മനോമയമായ പുത്രൻ്റെ മരണമാണ് ദുഃഖത്തിന് ഹേതു. മനോമയമായിരിക്കുന്ന പുത്രൻ്റെ മരണം എന്ന് വെച്ചാൽ അർത്ഥം എന്തിനാണ്? പുത്രൻ ഒരാൾ വെളിയിൽ നിൽക്കുന്നുണ്ട്, പക്ഷേ ആ പുത്രനെ നമ്മുടെ മനസ്സിൽ സങ്കല്പിച്ചുണ്ടാക്കി വെച്ചിരിക്കുക. ഇതിൻ്റെ നാശത്തിനെയാണ് നമ്മൾ ദുഃഖം അനുഭവിക്കുന്നത്. ഇനി സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നതിന് പിന്നെ ഇങ്ങനെയുള്ള കാര്യം ആണോ ഹേതു എന്ന് ചോദിച്ചാൽ അല്ല. കാരണം ചില സന്ദർഭങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പം ദുഃഖിക്കേണ്ട സ്ഥലത്ത് സന്തോഷിക്കുന്നില്ലേ? എന്താണ് മനോമയനിൽ അതില്ല. ഇത് കേവലം മനോമയമാണ് ഈ സുഖദുഃഖങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ആത്യന്തികമായിട്ട് എന്തെങ്കിലും ഒരു തിയറി പറഞ്ഞ് സ്ഥാപിക്കാൻ സാധിക്കില്ല. എങ്ങനെയൊക്കെ ആണോ അങ്ങനെയൊക്കെ അങ്ങ് നടക്കില്ല. സുഖദുഃഖങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട്. അതിൽ മരിച്ചപ്പോൾ സന്തോഷിക്കുന്നവർ കാണും, ദുഃഖിക്കുന്നവർ കാണും. ഇതിലൊന്നും ഒരു വ്യവസ്ഥയില്ല. ഇത് കേവലം മനോമയമാണ് ഇത് എന്നറിയണം. അല്ലാതെ വാസ്തവത്തിൽ അങ്ങനെയൊന്നുമല്ല എന്ന് പറയും പോലെയാണ് ആ ജീവൻ്റെ സുഖദുഃഖങ്ങളെല്ലാം ഒരു മനോമയ സ്വഭാവത്തിലിരിക്കുന്നു, വാസ്തവമല്ല. ഇതിനെ നല്ലതുപോലെ അറിയുന്നതും വിവേകമാണ്. ആത്മാവിൽ ഇത് രണ്ടുമില്ല, സുഖവുമില്ല ദുഃഖവുമില്ല. ജീവനെ സംബന്ധിച്ച് സുഖദുഃഖങ്ങൾ പറയാം. ആ സുഖദുഃഖങ്ങളുടെ വ്യവസ്ഥയെ പറഞ്ഞാൽ എന്താണെന്ന് ആർക്കും അറിയില്ല. ചില നേരങ്ങളിൽ സന്തോഷിക്കുന്നു, ചില നേരങ്ങളിൽ ദുഃഖിക്കുന്നു. എന്നിട്ട് അവരൊരു വ്യവസ്ഥ പറഞ്ഞ ഇതാണ്, തൻ്റെ ഉള്ളിലെ പൂർവ്വജന്മ സംസ്കാരമായ പുണ്യം വിളയുമ്പോഴാണ് നമ്മൾ ഒരു കാര്യം കേൾക്കുന്നതെങ്കിൽ ദുഃഖിക്കുന്ന കാര്യമായാലും സന്തോഷമുണ്ടാവും. തൻ്റെ ഉള്ളിൽ പാപമാണ് വിളഞ്ഞ് നിൽക്കുന്ന ഒരു അവസരത്തിലാണ് നമ്മളൊരു സന്തോഷമുള്ളൊരു വാർത്ത കേട്ടാലും കടുത്ത ദുഃഖമുണ്ടാവും. ഇല്ലേ? അതാണ്. അപ്പോൾ ഇതിനെ നിശ്ചയിച്ചിരിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ തന്നെ പുണ്യപാപങ്ങളാണ്. നമ്മൾ പൂർവ്വജന്മത്തിൽ ചെയ്ത പുണ്യപാപങ്ങൾ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാത്ത, ചിലപ്പോൾ അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും അല്ലേ? പക്ഷേ അറിയുന്ന കാര്യമല്ലേ? ഈ പുണ്യപാപങ്ങൾ നമുക്കറിഞ്ഞൂടാ, അതിസൂക്ഷ്മമായിട്ട് അറിഞ്ഞുകൂടാ. ഈ സൂക്ഷ്മമായിരിക്കുന്ന ഈ പുണ്യപാപങ്ങൾ കീഴായാണ് ലോകത്തെല്ലാവരും സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഈ സുഖദുഃഖങ്ങളെ വാസ്തവത്തിൽ പ്രൊജക്റ്റ് ചെയ്തെടുക്കാതെ ഇതിനെ അങ്ങ് വിട്ടുകളഞ്ഞാൽ മതി. അതാണ് പറയുന്നത്, സമബുദ്ധിയുള്ളവരായിരിക്കണം. ഇത് വലുതായിട്ട് സന്തോഷിക്കുകയോ വലുതായിട്ട് ദുഃഖിക്കുകയോ ചെയ്യരുത്. ലോകത്തിലുള്ളതൊക്കെ ആ മനോമയമായിരിക്കുന്ന സംഭവമാണ്. ഈ ലോകം തന്നെ മനസ്സിൻ്റെ സൃഷ്ടി എന്നാണ് പറയുന്നത്. മനസ്സിൻ്റെ തന്നെ സൃഷ്ടിയാണല്ല. ഈ മനസ്സ് ഈ ആത്മാവിൽ തോന്നിയിരിക്കുന്ന ഒരു കരണം. ആ കരണത്തിൻ്റെ ധർമ്മങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ കാണുന്നവനാണ് താനെങ്കിലും അത് ചെയ്യുന്നവനായിട്ടും മറ്റുമൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കും. ഇതാണ് ഇപ്പോൾ ഈ രൂപത്തിൽ ഇതിന് സൂക്ഷ്മമായി ഇതിനെ അവലോകനം ചെയ്തിരിക്കുന്ന ഒരു നിലയാണ് ജനക മഹാരാജാവൊക്കെ ചെയ്തത്. അപ്പം ചെയ്ത് അങ്ങനെ ഇരുന്ന് ടക്കെന്ന് അവർക്ക് ആ ജ്ഞാനമുണ്ടായി. നമ്മളും അങ്ങനെ തന്നെ. നമ്മൾ ഇതിനെപ്പറ്റി നല്ലപോലെ മനസ്സിലാക്കി ഏകാന്തത്തിൽ ഇതിൽ ധ്യാനം ചെയ്തിരുന്നാൽ മതി. മനസ്സിലായില്ല? അതിന് വേണ്ടുന്ന കരുക്കളാണ് ഈ ശാസ്ത്രം ഇതിൽ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് മൂന്നാമത്തെ വർണ്ണകത്തെ സ്വാമി ഉപസംഹരിച്ചത്. പറയണ ഇങ്ങനെ ഏവൻ നേതി എന്ന് പറഞ്ഞാൽ ഇതല്ല എന്നുള്ള ശ്രുതിവാക്യത്തിനാൽ
എങ്ങനെയാണ് നേതി ചെയ്യുന്നത്? ഇപ്പോൾ കാണുന്ന ഈ ദേഹം എന്തായാലും കാണുന്നവൻ അന്യമാണ്. അപ്പോൾ ഇതല്ല ആത്മാവെന്ന് നമുക്കറിയാം. ഓരോന്നും നമ്മൾ അറിയുന്നു എന്നുള്ള നിലയിൽ ആത്മ ഇതിന് വിലക്ഷണനാണെന്ന് നമ്മൾ ഓർമ്മിച്ചോളണം, അറിഞ്ഞോളണം. എന്തായാലും അറിയുന്ന ഒരാൾ വളരെ രഹസ്യമായിട്ട് ഇതിനകത്തിരുന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന ആ രഹസ്യമായിട്ട് ഗൂഢമായിരിക്കുന്ന ആ തത്വത്തെ ഗ്രഹിക്കുന്ന വിധത്തിൽ മനസ്സിന് യോഗ്യത വരണം. ആ യോഗ്യത പതുക്കെ വരും. ആർക്കും ഉപദ്രവം ചെയ്യാതെ എല്ലാവർക്കും ഉപകാരം ചെയ്ത് പോകുന്നില്ല. ഇതാണ് പരോപകാരം. ഇങ്ങനെ പരോപകാരം ചെയ്തു പോകുന്ന രൂപത്തിൽ മനസ്സ് തെളിഞ്ഞ് വരുമ്പോൾ ആ ബുദ്ധി ഈ നിശ്ചയം ഉണ്ടാവും. അങ്ങനെയാണ് ഇതിനെ അറിയുന്നത്. ഇതൊക്കെ വലിയ ശാസ്ത്രങ്ങളുടെ തുടക്കമാണ്. ഇത് അതിൻ്റെ ഗഹനമായാണ് ആദ്യം ചർച്ച ചെയ്യുന്നത്. പിന്നീട് ലഘുവായി വരും.